ഹലോ ஆமா ஆமா சௌக்கியந்தா சௌக்கியந்தா அங்க சௌக்கியமா மகாலட்சுமி இங்க வரல ஐயா சத்தியமாയിട്ട് சொல்றேன் இங்க வரல அம்மா சத்தியம் மகாலட்சுமி எங்க போயிட்டு ஐயோ நான் ஏதாவது பார்த்தாச்சுன்னா நான் உங்களை கோல் செய்வேன் சரி நன்றி ஐயா நன்றி வணக்கம் என்னம்மா തമിഴിൽ എന്താ പേച്ചുന്നേ ആരാ കൗണ്ടറായിട്ട് വിളിച്ച് കൗണ്ടർ എന്തു പറഞ്ഞു കൗണ്ടർ വിളിച്ചിട്ട് ചോദിച്ചു മഹാലക്ഷ്മി ഇങ്ങോട്ട് വന്നു മഹാലക്ഷ്മി കാണുന്നില്ല ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു നീ എന്തിനാണ് ഇല്ലെന്ന് പറഞ്ഞു ആ പെണ്ണല്ലേ അകത്തുള്ളത് അല്ല അതിരിക്കട്ടെ നീ പറഞ്ഞ എന്തായാലും അയാൾ വിശ്വസിക്കില്ലല്ലോ ഞാൻ അമ്മ സത്യം കിട്ട് പറഞ്ഞെന്ന് ഇതെന്തോ വലിയ പണിക്കുള്ളതാ കേട്ടോ എന്റെ പൊന്നെ ഞാൻ പറഞ്ഞ അയാൾ വിശ്വസിച്ചാൽ മതിയായിരുന്നു എനിക്ക് തോന്നി അവൾ എന്തോ പ്രശ്നം ഉണ്ടാക്കിട്ടാ വന്നേന്ന് അത് നിനക്ക് ഇപ്പോഴും സംശയമുള്ളൂ എനിക്ക് ഉറപ്പാ വന്നപ്പോഴേ അവള് പറഞ്ഞ കഥ നീ ശ്രദ്ധിച്ചോ കതിരവന് വേറൊരു ഭാര്യയുണ്ട് കുട്ടിയുണ്ട് ഈ കാര്യം അങ്ങ് പറഞ്ഞപ്പോഴേ അപ്പോഴേ കല്യാണം മുടങ്ങത്തില്ലേടാ എന്റെ കിളി ഈ ചിന്നപ്പെട്ടി ആണ്ടിപ്പെട്ടി നൂൽപ്പെട്ടി ഗ്രാമത്തിലൊക്കെ 3-4 കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല അശേ എന്നാലും സ്വന്തം മോളെ ഇങ്ങനെ ഒരുത്തനെ കെട്ടിച്ചു കൊടുക്കും ആരെങ്കിലും അതൊന്നും എനിക്കറിയത്തില്ല അത് അവിടെ ഗുസ്തി പൊങ്ങച്ചൊക്കെ വലിയ വലിയ കാര്യം ഇത് പെണ്ണുങ്ങൾക്ക് വലിയ സ്വാതന്ത്ര്യമില്ല പ്രതികരിക്കണം അതാണ് അതിരിക്കട്ടെ ഇതിപ്പോ എന്തോ ചെയ്യാനാ നിന്റെ ഉദ്ദേശം അതാ എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല എന്നെ പൊന്നിറക്കാൻ നല്ല അടി കിട്ടും കേട്ടാ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ നമുക്ക് എന്തായാലും അച്ഛനോടും ചേട്ടനോടും കാര്യം പറയാം അവരൊരു തീരുമാനം ഉണ്ടാക്കി തരുമായിരിക്കും പറയൂ ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് വന്നു ഞാൻ ഒപ്പിച്ചല്ലോ ഇങ്ങോട്ട് വന്നു കയറിയതില്ല ഞാൻ ചെയ്യാൻ പറ്റും അപ്പൊ വന്ന് കയറിയതിനെ നീ ക്ഷണിച്ചോണ്ട് വരുന്നുണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് അച്ഛനോട് ഇപ്പൊ അച്ഛനോട് പറയാം ഓരോന്ന് ഒപ്പിച്ച് വെച്ചോളൂ അച്ഛനോട് പശയം കഴിച്ചോണ്ടിരുന്നു അച്ഛനോട് പശയം കഴിച്ചോണ്ടിരുന്നോളെ എടാ പശേരടാ ഇതാണ് പൊങ്കല് ഇതാ കൊച്ചുണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടടാ ഉണ്ടാവും നന്നായി കഴിച്ചോ കൗണ്ടർ വരുമ്പോ ഇടിയെല്ലാം വാങ്ങിച്ചു കൂട്ടണ്ടതല്ലേ ഇടിയാ എന്തൊരു എന്റെ പൊന്നച്ഛ ആ പെണ്ണ് അവിടുന്ന് ഒളിച്ചോടിയാ ഇങ്ങോട്ട് വന്നേ ആരുടെ കൂടെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാ എന്നിട്ട് ആര് പറഞ്ഞു അച്ഛ ആ കൗണ്ടർ ഇവനെ വിളിച്ചായിരുന്നു എന്നിട്ട് ചോദിച്ചു മഹാലക്ഷ്മി ഇവിടെ ഉണ്ടോ അവിടുന്ന് ഒളിച്ചോടി വന്നതാണെന്ന് അപ്പൊ ഈ ചെറുക്കൻ എന്ത് പറഞ്ഞു ഇവിടെ ഇല്ലെന്ന് മണ്ടൻ ആവശ്യമില്ല മണ്ടെന്ന് വിളിച്ചോണ്ടല്ലോ സോമാറുള്ള കാര്യം പറയാം പിന്നെ നിന്നെ എന്തോന്ന് വിളിക്കണോടാ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞത് പോട്ടെ എന്നാ ആ പെണ്ണിനെ വല്ല ഹോസ്റ്റലിലും കൊണ്ടുപോണ്ടേ നേരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു എത്തുവാണ് ഇതൊക്കെ എടീ അത് ശരിയായിരുന്നേ എനിക്ക് ആ ബുദ്ധി അപ്പം പോയില്ല അതുകൊണ്ടാണ് നിന്നെ മണ്ടന്ന് വിളിച്ചത് അല്ല അച്ഛൻ ഒരു കാര്യം ചെയ്യും ആ കൗണ്ടർ വരുമ്പോഴത്തേക്ക് ഒരു വലിയ കാലത്തിനകത്ത് മഞ്ഞൾ വെള്ളം കലക്കി വെച്ചേരെ എന്തായാലും കൗണ്ടർ ഇവനെ എടുത്തിട്ട് പുഴുങ്ങുമല്ലോ അപ്പൊ അതിനകത്തിട്ടങ്ങ് പുഴുങ്ങി എടുക്കാം എന്നിട്ട് നമുക്ക് സുമേഷ് സൂപ്പ് കുടിക്കാം ആരോഗ്യത്തിന് നല്ലതാ അച്ഛൻ കഴിച്ചോ അച്ഛനും ആവശ്യം വരും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മളിനി എന്ത് ചെയ്യും അച്ഛാ നമുക്കിത് കഴിക്കടാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് വേണ്ട അച്ഛാ എനിക്ക് ഇവിടെ നേരെ ഇന്ന് ഇരിക്കാൻ പോലും വയ്യ ടെൻഷൻ അടിച്ചിട്ട് നിനക്ക് വേണ്ട ഞാൻ കഴിച്ചോളാം நீ எந்த என்ன தமிழில் விളിക്കുന്നേ பாட்டி ஓகே பாட்டின்னு கூப்பிடுவாங்க அப்புறம் உங்களுக்கு தமிழ் தெரியுமா புரியுமா பேசுறது எப்படி எப்படி தெரியும் எப்படி എന്ന് വെച്ചാൽ ஊருங்க என்னோட ஊர் திண்டுக்கல் பாட்டி வீடு திண்டுக்கல் ஆமா அங்க ஒரு வீடு அப்பா எல்லாரும் இருக்காங்க நீங்க வாங்க ஒரு நாளைக்கு அங்க சரி பரவாயில்லையே உங்களுக்கு தமிழ் நல்லா புரியுது ഇവിടെ ഉണ്ടായിരുന്നോ ஆஷாக்கா தானே நான் படத்துல எல்லாம் பாத்திருக்கேன் ഞാൻ പടത്തിലൊന്നും അഭിനയിച്ചിട്ടില്ല அந்த படம் இல்லக்கா சுமேஷ் போட்டோல காமிச்சிருக்காங்க മക്കളെ എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കാം നീ എന്തിനാ എവിടെ കിടന്ന് ചുറ്റി കറങ്ങണം നിനക്ക് തിരിച്ചു പോക്കൂടെ വന്ന വഴിക്ക് என்னக்கா നീ ഇത് എന്നെ ഭാവിച്ച அந்த கவுண்டர் வந்து இந்த வீடுக்கு தீ போடுமா அப்படியெல்லாம் இது பயப்படாதீங்கக்கா அப்பா அப்படியெல்லாம் பண்ண மாட்டாரு അല്ല ഇപ്പൊ എന്താ വന്നതിന്റെ ഉദ്ദേശം அன்னம்மா சாக்கோ தெரியுமாக்கா അന്നമ്മ ചാക്കോയോ ഈ പരിസരത്ത് ഒരു 10-12 അന്നമ്മയുണ്ട് അന്നമ്മ ചാക്കോ അന്നമ്മ ചാണ്ടി അന്നമ്മ മാത്യു അന്നമ്മ മത്തായി അന്നമ്മ ജേക്കബ് ഇതിലേതാ அன்னம்மா சாக்கோட வீடு மட்டும் காமிச்சு தரீங்களா എന്റെ പൊന്നു കുഞ്ഞെ എനിക്ക് അറിയാൻ മേലെ ഈ അന്നമ്മ ചാക്കോ ഇത് ആരാന്ന് വെച്ചിട്ടാ அக்கா ப்ளீஸ் அக்கா எப்படியாச்சும் அன்னம்மா சாக்கோவை கண்டுபிடிச்சு தரீங்களா എന്റെ പൊന്നു കുഞ്ഞ ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞ എനിക്ക് അറിയത്തില്ല ഈ അന്നമ്മ ചാക്കോനെ നീ ഇവിടെ കിടന്ന് വെറുതെ ചുറ്റിത്തിരിയാതെ നിന്റെ ഊരിക്ക് തിരുമ്പിപ്പോ என்னக்கா புரியல
ഇവിടെ കിടന്ന് ഇങ്ങനെ സുട്ടി സുട്ടി തിരിയാതെ ഊருக்கு തിരുമ്പി പോന്ന്. அக்கா நான் போலக்கா, அங்க போனா ஃபுல்லா பிரச்சனை ஆயிடும். നീ ഇവിടെ നിന്നാ ഇവിടെ ഉള്ളവർക്ക് പ്രശ്നമാവും. அக்கா உங்களுக்கு கதிரவன் பத்தி தெரியும்ல, அவங்க ரொம்ப மோசமான ஆளு. അതെ, ആ ഗൗണ്ടർ ഇങ്ങോട്ടേക്ക് വല്ല കബഡിന്നും ഗുസ്തിന്നും പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആൾബലമില്ല. ആ ഉത്തോണനാണെങ്കിൽ പ്രായമായി വന്നോണ്ടിരിക്കുക. അങ്ങേരെ ചവിട്ടി വല്ല എല്ലാം ഒടിച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് പിള്ളേർക്ക് പിന്നെ ആരാ ഉള്ളേ? எனக்கு அவங்க வீடு மட்டும் കണ്ടുപിടിച്ചിട്ടാங்க, நான் പോയறேனே. ആണ്ട് കിടക്കുന്നു. ഒരാളുടെ ഫോൺ നമ്പർ പോലും ഇല്ലാതെ അന്വേഷിച്ച് വന്നിരിക്കുക. എന്നാ പറഞ്ഞ് മനസ്സിലാക്കുമെന്തോ. ഈ അന്നമ്മ ചാക്കോയ്ക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? தெரியலையே. എന്തെങ്കിലും தெரியுമോ? നീ ആരെന്ന് தெரியுമോ? மகாலட்சுமி. ആ, നീ ആരെന്ന് നിനക്ക് தெரியுമില്ലെങ്കിൽ ഒരു പഞ്ച് ഡയലോഗ് ഉണ്ടായിരുന്നു. പോട്ടെ. என்னென்னமோ சொல்லிட்டு போறாங்க பாட்டி. பாட்டி, உங்களுக்கு தெரியுமா அண்ணம்மாவை? ആരെ? அண்ணம்மா, அண்ணம்மாவே தெரியுமா? ആ ആ ആ ആ தெரியும் தெரியும். பாட்டி, அவங்க வீடு எங்க இருக்கு? എന്റെ അമ്മയുടെ വീട് ഇത് തന്നെ. உங்க அம்மா வீடு இல்ல பாட்டி, அண்ணம்மாவோட வீடு எங்க? അന്നമ്മ. ஐயோ பாட்டி,